ബംഗാളിൽ വീണ്ടും മമതയ്ക്ക് തിരിച്ചടിയാണല്ലോ സർ. അല്ല, മമതയ്ക്ക് തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി മമതാ ബാനർജിയെ പഞ്ഞിക്കിട്ടെന്ന് പറയാം. മമതയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ ദേശീയ താല്പര്യങ്ങളല്ല, നിങ്ങൾക്ക് ചില നയങ്ങളൊക്കെ ഉണ്ട്. ആ നയമൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആ നയം പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന നയമാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന, അതുകൊണ്ടും മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, മാർച്ച് 31 മുമ്പ് അല്ലേ, അതെ, ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ വേലി കെട്ടണം. വേലി കെട്ടിയില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മാർച്ച് 31 എന്ന് പറഞ്ഞാൽ മാർച്ച് 31 മുമ്പ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ സംഭവമാണ്. രസകരം എന്ന് പറയാൻ പാടില്ല, ഭീതിജനകമായ സംഭവമാണ്. ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിൽ 2216 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 569 കിലോമീറ്റർ അതിർത്തിയിൽ വേലിയില്ല എന്ന് പറഞ്ഞാൽ വേലി കെട്ടാൻ പറ്റാത്ത സ്ഥലമുണ്ട്. 112 കിലോമീറ്ററിൽ നദീ ചതുപ്പൊക്കെയാണ്. വേലി കെട്ടാനേ പറ്റില്ല. നദിക്കകത്ത് വേലി കെട്ടാൻ പറ്റുമോ? ചതുപ്പ് പ്രദേശം, നടന്നാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് പ്രദേശം, വേലി കെട്ടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് 456.2 കിലോമീറ്റർ തുറന്ന് കിടക്കുകയാണ്. വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ മുൻഭാഗം ഇന്ത്യയിലായിരിക്കും, പുറകുഭാഗം ബംഗ്ലാദേശിലായിരിക്കും. അപ്പോൾ 2 വീടുകളുടെ ഇടയിലൂടെയൊക്കെ അതിർത്തി പോകുന്നത്. ഈ 2 വീടുകളുടെ ഇടയ്ക്ക് പട്ടാളക്കാർ തോക്കുമായിട്ട് കാവൽ നിൽക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട ഒരു അതിർത്തി വേണമെങ്കിൽ ചിലയിടത്ത് ഇല്ലെന്ന് പറയാം. കാരണം ഒരു വീടിൻ്റെ വാതിൽ തുറന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ ബംഗ്ലാദേശിലേക്കായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു പൊതു സ്വഭാവമൊന്നുമല്ല. പക്ഷേ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായപ്പോൾ നമ്മളെന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഈ 456 കിലോമീറ്ററിലൂടെ വേലി കെട്ടണമെന്ന് തീരുമാനിച്ചു. വേലി കെട്ടണമെങ്കിൽ അതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മമത പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഭൂമി എടുത്തു തരത്തില്ല. കാരണം മമതയ്ക്ക് ബംഗ്ലാദേശിലെ ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇവിടെ താമസിച്ച് മമതയുടെ പാർട്ടി വോട്ട് ചെയ്യണം. വേലിയുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അതുമാത്രമല്ല, നമ്മൾ ഈ രസകരമായ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ രസകരം എന്ന് പറയുകയാണ്. രസകരമല്ലത്, ഭീതിജനകമായ സംഭവമാണ്. ഈ 456 കിലോമീറ്റർ പരിധിയിൽ പെടുന്ന ചില സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയാം. മാൾഡ, നോർത്ത് 24 പർഗാന, പിന്നെ ജയ്പാൽഗുരി, കൂച്ച് ബിഹാർ തുടങ്ങിയ സ്ഥലങ്ങൾ നൊട്ടോറിയസ് ആയ സ്ഥലങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമുകളുള്ള സ്ഥലങ്ങളാണ് മാൾഡ, നോർത്ത് 24 പർഗാനസ്. നോർത്ത് 24 പർഗാനസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമുള്ള വേറൊരു രാജ്യം പോലെയാണ്. ഈ മാൾഡയിലാണ് സമീപകാലത്ത് പശ്ചിമ ബംഗാളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഹിന്ദുക്കളെ വേട്ടയാടുകയും CPM-ൻ്റെ നേതാക്കന്മാരെ ഉൾപ്പെടെ വെടിവെച്ച് കൊന്നു. ഹിന്ദുക്കളാണെന്ന് വെടിവെച്ചല്ല, കുത്തിക്കൊന്നു. അപ്പോൾ ഹിന്ദു വേട്ട ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ലകളാണ് മാൾഡയും 24 പർഗാനാസും ഒക്കെ. കാരണം അവിടെ മുഴുവനുള്ളത് അവിടുത്തെ ജനസംഖ്യയിൽ അവിടെ വന്ന് താമസിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും അതിർത്തി നിപ്പുറത്തോട്ട് കയറി വന്നവരാണ്. ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ടുപോയാലേ മമതയ്ക്ക് പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കാൻ പറ്റുള്ളൂ. SIR വന്നപ്പോൾ കുറേ പേർ ഒഴിഞ്ഞുപോയി. പക്ഷേ ബാക്കിയുള്ളവരെ കൂടെ എങ്ങനെയെങ്കിലും കുത്തിക്കെറ്റി വോട്ടർമാരാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മമത തീരുമാനിക്കുന്നത്. അപ്പോൾ BSF ഈ വേലി കെട്ടാൻ വേണ്ടി 100 കോടി രൂപ കേന്ദ്ര സർക്കാർ പശ്ചിമ ബംഗാൾ സർക്കാരിന് കൊടുത്തിട്ടും വേലി കെട്ടത്തില്ല. അപ്പോൾ പറയുന്നതെന്നറിയോ, അതായത് ഞങ്ങളിവിടെ വേലി കെട്ടണമെങ്കിൽ അതിന് ഡയറക്റ്റ് പർച്ചേസ് പോളിസി എന്നൊരു പോളിസിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി വരുമ്പോൾ നാഷണൽ ഹൈവേ വരുന്നു, സർക്കാർ ഭൂമി അങ്ങ് ഏറ്റെടുത്തിട്ട് ലാൻഡ് അക്വയർ ചെയ്തിട്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ലാൻഡ് അക്വയർ ചെയ്തിട്ട് പൈസ കൊടുക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ആദ്യം പോയിട്ട് പ്രജിത ആ ഭൂമിക്ക് തരാമോ എന്ന് ജില്ലാ കളക്ടർ വന്ന് ചോദിക്കും, അല്ല തഹസീൽദാർ ചോദിക്കും. എന്നിട്ടൊരു വില പറയും. എന്നിട്ട് ചർച്ച നടത്തി ഈ ഭൂമി മേടിക്കും, കാശ് കൊടുത്ത് മേടിക്കും. ഇതൊരു അത് തരാമോ എന്ന് ചോദിക്കുക. അതല്ലാതെ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം വിനിയോഗിക്കാതെ അവരിൽ നിന്ന് ഭൂമി വാങ്ങാം, കാശ് കൊടുത്ത് മേടിക്കാം എന്നുള്ള ലൈനാണ് മമത സ്വീകരിച്ചിരിക്കുന്നത്. അതിന് മുന്നിൽ വേറെ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. മമതയുടെ താല്പര്യങ്ങളുണ്ട്. അതാണ് ഹൈക്കോടതി പറഞ്ഞ് മമതയ്ക്ക് അതിനകത്ത് താല്പര്യമുണ്ട്. ഭൂമി ഇവരുടെ നിന്ന് വാങ്ങാം എന്ന് വാങ്ങിയിട്ടേ നമ്മൾ വികസന പ്രവർത്തനത്തിന് എടുക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് താല്പര്യമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാരിനും അധികാരം ഉണ്ടായിട്ടും നിങ്ങൾ BSF-ൻ്റെ ഫണ്ട് വാങ്ങി കയ്യിൽ വെച്ചിട്ടും ഈ അതിർത്തി തുറന്നു കിടക്കുന്ന അതിർത്തി അടയ്ക്കാൻ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് ശരിയല്ല എന്ന് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി പറയുകയും അതിന് എന്ത് നടപടി എടുത്തെന്ന് അറിയിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടും മമത ഒന്നും ചെയ്തില്ല. ആകെ പറയുന്ന ഡയറക്റ്റ് പർച്ചേസ് പോളിസിയുണ്ട്,
അതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയും. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി തുറന്നു കിടക്കുമ്പോൾ അവിടെ നിന്ന് നിർബാധം രാജ്യവിരുദ്ധരായ ആളുകൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി പറയുകയാണ് അത് ഭൂമി ഏറ്റെടുക്കാനൊക്കെ പാടാണ്, ഇപ്പോൾ വേലിയൊന്നും കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്? ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി അസന്നിഗ്ധമായി ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതിർത്തിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഈ വേലി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡിജിറ്റൽ ഫെൻസിങ് അടക്കമുള്ള സാധനങ്ങൾ, പിന്നെ ആളുകളുടെ മമത പറയുന്നത് അറിയോ, ഈ 2216 കിലോമീറ്ററിലും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ BSF വരെ കവൽ നടത്തുക, ഓരോ 100 മീറ്ററിലും ഓരോ പട്ടാളക്കാരനെ നടത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000 പട്ടാളക്കാരെ അതിന് വേണ്ടി വരും. 6000 പട്ടാളക്കാരെ രാപ്പുകൾ നിർത്താൻ പറ്റുമോ? അവർക്ക് ഷിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ 12000 പേരെ നിർത്തേണ്ടി വരും. 12000 പേരെ വെറുതെ കാറ്റും മഴയും കൊണ്ട് ഇങ്ങനെ വേലി കെട്ടുന്നതിന് പകരം നിർത്തുക എന്നുള്ള അപ്രായോഗികമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അവിടെ നിന്ന് ആളുകൾ കയറി വരണം എന്നുള്ളത് മമത ആഗ്രഹിക്കുന്നു. അതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ സംഗതി. പക്ഷേ അതിനാണിപ്പോൾ ചീഫ് ജസ്റ്റിസ് സുജയ് പോളും ജസ്റ്റിസ് പാർത്ഥസാരഥിയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അത് നടക്കില്ല, മാർച്ച് 31 മുമ്പ് ഈ വേലി കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതിനിധി ചോദിക്കാൻ വന്നത്? അല്ല, മമത ഹൈക്കോടതിയിൽ പറഞ്ഞ ഒരു കാരണം എന്ന് പറയപ്പെടുന്നത് SIR നടപ്പാക്കുകയാണല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളിപ്പോൾ SIR നടപ്പാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ തടസ്സങ്ങളുണ്ട്, ഇതൊന്നും പറയാൻ പാടില്ല. SIRും ഇലക്ഷനൊക്കെ നടന്നോളും. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുക. നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുക, BSFന് കൈമാറുക. ഇത് സത്യത്തിൽ ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായതറിയോ? ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനൻറ്റ് ജനറലായിരുന്ന ഡോക്ടർ സുബ്രത സാഹ ഇത് കണ്ട് അനുഭവിച്ച ആളാണ്, കണ്ട് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് കയറി വരികയാണ്. എന്നിട്ട് അവരെന്ത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുന്നു, നമ്മുടെ പൗരന്മാരെ പോലെ വേഷം മാറി ജീവിക്കുന്നു, ബംഗ്ലാദേശികൾ ബംഗാളികളാണെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലുള്ള ഏത് ബംഗാളിയോട് ചോദിച്ചു നോക്കും, എവിടെ നിന്നാണ് വരുന്നത്? മുർഷിദാബാദ്. വളരെ എളുപ്പം അവിടെ നിന്ന് കയറുക, മുർഷിദാബാദ് എന്ന് പറയത്തുള്ളൂ. ഇവരുടെ ആക്സെൻറ്റ് കേട്ടാൽ അറിയാൻ പറ്റും ബംഗ്ലാദേശിയാണോ ബംഗാളിയാണെന്നുള്ളത്. അപ്പോൾ ഈ സുബ്രത സാഹ ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വേലി കെട്ടുന്ന കാര്യത്തിൽ മമതാ സർക്കാർ എടുക്കുന്ന നിലപാട് തെറ്റാണ്, അതിനെ അനുവദിക്കാൻ പാടില്ല എന്നുള്ള കേസ് പരിഗണിച്ചിട്ടാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇപ്പോൾ സുജയ് പോളും പാർത്ഥസാരഥിയും ഉൾപ്പെടുന്ന ജസ്റ്റിസുമാരുടെ ബെഞ്ച് ഇപ്പോൾ ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല മമതയെ സംബന്ധിച്ച് ഇത് മമത നടപ്പാക്കാൻ വലിയ സാധ്യത കുറവായിരിക്കും. ഇപ്പം നോക്കൂ, ഈ ED വന്നിട്ട് ഐപാക്ട് എന്ന് പറയുന്ന കമ്പനിയുടെ റെയ്ഡ് നടത്തും. മമത നേരിട്ട് വന്നിട്ട് ED കടയിൽ നിന്ന് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ രാജ്യത്തെ നിയമങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്ന തരത്തിൽ കാരണം മമത ഉൾപ്പെടുന്ന വലിയ അഴിമതി കേസിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ്. തെളിവ് നശിപ്പിക്കാൻ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടു ED സുപ്രീം കോടതി പോയിരിക്കുക. EDക്കെതിരെ മമതയുടെ പോലീസ് കേസ് കൊടുത്തു. ആ കേസ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. മമത കാണിച്ച നടപടിയൊന്നും ശരിയല്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. പക്ഷേ ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും തനിക്ക് ബാധകമല്ല. താൻ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട്, മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി താൻ ഏതറ്റം വരെ പോകും എന്ന് ശഠിക്കുന്ന ശബ്ദമെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ പോലെയാണ് മമത പെരുമാറുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി വീഴ്ച വരുത്തുന്നു, അതിർത്തി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വീഴ്ച വരുത്തുന്നു, നിങ്ങളുടെ താല്പര്യങ്ങൾ രാജ്യത്തിനെതിരാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞത് മമതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണെന്ന് കോടതികൾ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഉത്തരവ് കൊടുത്ത പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ BSFന് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകാം. മാത്രമല്ല, പശ്ചിമ ബംഗാളിലും മമതയ്ക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമുണ്ട്. നേരത്തെ BSFന് അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ മാത്രമേ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ അത് 50 കിലോമീറ്റർ വരെയാക്കി. അതായത് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ വരെ BSFന് അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ BSFന് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം, ആ പ്രദേശത്ത് കയറിയിട്ട് പരിശോധനകൾ നടത്താം. അത് പോലീസിൻ്റെ അധികാരത്തെ ചെറുതാക്കും, കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് മമതയ്ക്ക് വേറൊരു പരാതിയുണ്ട്. പക്ഷേ ഈ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുന്ന ആളുകൾ 50 കിലോമീറ്റർ അപ്പുറത്താണ് പോയി നിൽക്കുന്നെങ്കിൽ അവനെ BSFന് പിടിക്കണ്ടേ? മമതയുടെ പോലീസ് പിടിക്കത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ബാധകമായോ? ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിന് അതിർത്തിയിലാണെന്ന് പറഞ്ഞാൽ അതിർത്തിയൊക്കെ വടക്കല്ലേ എന്ന് പറയും. നമുക്ക് വന്നിട്ട് അതിർത്തി, നമ്മളും അതിർത്തി സംസ്ഥാനമാണ്. ചേർന്ന് കിടക്കുന്ന മാത്രമല്ല അതിർത്തി, കേരളവും അതിർത്തിയാണ്. കാരണം നമ്മുടെ അതിരെന്ന് പറയുന്ന അതിർത്തി തന്നെയാണ്. തൊട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ നേരത്ത് വേറെ രാജ്യമില്ലെന്നേ ഉള്ളൂ. ശ്രീലങ്കയുണ്ട്, അല്ലേ? ഗൾഫ് രാജ്യങ്ങളും നമ്മുടെ അതിർത്തി രാജ്യമാണ്, കടലിനപ്പുറത്താണെന്നേ ഉള്ളൂ. അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ധാരണ, മലയാളികൾ ധരിച്ചു വെക്കുന്ന അതിർത്തിയൊക്കെ വടക്കാണ്. ഇവിടെ അതിർത്തി ഉണ്ടെന്നേ.
അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്. നാളെ BSF വന്നുകൂടാഴികയില്ല. അപ്പം ഈ BSFന് നമ്മുടെ കേരളത്തിൽ വന്നാൽ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് BSF വന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ BSF വന്നു. BSFന് ഈ നിയമപ്രകാരം 50 കിലോമീറ്റർ പരിധിയിൽ എന്ത് പരിശോധനയും എന്ത് അറസ്റ്റും എന്ത് റെയ്ഡും നടത്താൻ അധികാരം ഉണ്ടാവും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതായിരിക്കും ഫലം. നമ്മുടെയൊക്കെ വീടുകളിൽ BSFന് പരിശോധന നടത്താം. സത്യത്തിൽ അത്തരം ഒരു അധികാരം വേണ്ടതല്ലേ? കേരളത്തിലാണ്, ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഇത് ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ കേരളം വിട്ടിട്ട് തിരുവനന്തപുരം സൈഡിലും അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെയും കാസർഗോഡിൻ്റെയൊക്കെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് ഇന്ത്യ വിരുദ്ധമായ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കേരള പോലീസിൻ്റെ പരിശോധന നമുക്കറിയാമല്ലോ. അപ്പോൾ BSF പോലെയുള്ള സേനയെ കേരളത്തിൻ്റെ അതിർത്തിയിൽ കൂടി വിന്യസിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ഈ 50 കിലോമീറ്റർ പരിധിയുടെ ബാധകമാക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സുഡാപ്പി പ്രവർത്തനവും രാജ്യവിരുദ്ധ പ്രവർത്തനവും അവസാനിക്കും. അപ്പോൾ അതിലേക്ക് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ വരുമായിരിക്കാം. കേരളത്തിൻ്റെ അതിർത്തികളിലും BSF ഒക്കെ വരുന്ന ഒരു കാലം ഉണ്ടാകും. കാരണം പിണറായി ഈ ഒരു 5 വർഷം കൂടെ ഭരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 2 വർഷം BD സതീശനോ UDF ഭരിച്ചാൽ, പിണറായിയുടെ ആണെങ്കിൽ 5 വർഷം എടുക്കും. സതീശന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന 2 വർഷത്തിനുള്ളിൽ കേരളത്തിലും കേന്ദ്ര സേനയ്ക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരും. ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ചിത്രം. ഇത് ബംഗാളിലെ അവസ്ഥയിൽ, ബംഗാളിലിപ്പോൾ അതിർത്തി സംരക്ഷിക്കാനുള്ള നടപടികൾ എന്തായാലും ഹൈക്കോടതി വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രം അതിശക്തമായിട്ട് നീക്കുമെന്ന് കരുതാം. സ്വാഭാവികമായും മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി ഒരു തരത്തിലും അത് എൻ്റർടൈൻ ചെയ്യാനും സാധ്യതയില്ല. ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട്, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതുപോരാ, നമ്മുടെ IND എന്നുള്ള നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിൽ അമർത്തുക. തൊട്ടുപുറത്തൊരു ബെൽ ഐക്കണുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും.